നിങ്ങളെ വീട്ടിലാക്കിയിട്ട് എനിക്ക് വീണ്ടും വരേണ്ടി വരും. മഴയത്ത് ഗോഡൌണിനകത്ത് വെള്ളം കയറുമെന്ന് സംശയമുണ്ട്. ഇന്ന് തന്നെ പണിക്കാരെ വിളിച്ചത് ശരിയാക്കണം. അല്ല, പിന്നെ എന്തിനാ ഇപ്പൊ ഓടി വന്നേ? ഇവന് വേണ്ട സാധനങ്ങള് ഞങ്ങൾ രണ്ടുപേരും പോയി വാങ്ങില്ലായിരുന്നോ? ആ, അത് കുഴപ്പമില്ല. മോനെ ആദ്യമായിട്ട് നഴ്സറി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഞാൻ കൂടെ വേണ്ടേനോ? അതെന്റെയും കൂടെ ഒരു ആഗ്രഹമല്ലേ? അതുകൊണ്ടല്ല ഞാൻ ഇന്ദ്രേട്ടന്റെ ടെൻഷൻ കണ്ടോണ്ട് പറഞ്ഞതാ. പിന്നെ ഗോഡൌണില് വെള്ളം ഇറങ്ങിയ അതിലിറക്കിയ ലോഡ് മുഴുവൻ നശിച്ചു പോയില്ലേ? പിന്നെ ഇവന്റെ കൂടെ ഇന്ദ്രേട്ടൻ വന്നേ പറ്റൂന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അതെല്ലാം വാങ്ങിയല്ലോ. ഇനിയിപ്പോ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ഇന്ദ്രേട്ടൻ നേരെ ഷോപ്പിലേക്ക് വിട്ടോ, അത്രയും സമയം ലാഭിക്കാലോ. ഏയ്, അതൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് പോവാം. അല്ലെങ്കിൽ ഒരുമിച്ചിറങ്ങിയിട്ട് ഞാൻ എവിടെ പോയെന്നുള്ള ചോദ്യം വരും. അല്ല, ഇപ്പോഴും ഇന്ദ്രേട്ടന് ചോദ്യങ്ങളോടുള്ള ഭയം ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? ആ അനു, സത്യന. സത്യ പറ. ഞങ്ങൾ ടൗണിലുണ്ട്. മോന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. ഞങ്ങളെന്തായാലും അങ്ങോട്ട് വരാനിരിക്കുക. ഒരു അരമണിക്കൂറിനകത്ത് എത്തും. എന്താടാ കാര്യം? ഞങ്ങൾ പരമാവധി വേഗം എത്തിക്കോളാം. ശരിയടാ. എന്താ ഇന്ദ്രേട്ടാ, അവൻ എന്താ പറഞ്ഞേ? അല്ല, നമ്മളോട് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ. കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അവിടെ എത്തിയിട്ട് പറയാമെന്ന്. എന്തോ സീരിയസ് ഇഷ്യൂ ഉണ്ട് അവിടെ. നമുക്കെന്നാ ഇറങ്ങിയാലോ അനു? ഇറങ്ങാം. മോനെ വെച്ചുട്ടാ മതിയുടെ കഴിച്ചത്. ബാക്കി അവിടെ വെച്ചേക്ക്, നമുക്ക് പോവാൻ വാ. വേണ്ട, അതുകൂടെ അവൻ കഴിച്ചോട്ടെ. ഞാൻ അപ്പോഴേക്കും ബില്ല് കൊടുത്തിട്ട് വരാം. മോൻ കഴിച്ചോട്ടോ. വേഗം കഴിക്കേ, നമുക്ക് വേഗം പോവേ. ദാസേ, എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചതിന്റെ ഒരു ആശ്വാസമുണ്ട്. സുശീൽ ഒഴിവാക്കിയാലും മക്കൾ അവരുടെ അച്ഛനെ ഇറക്കി വിടില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. സുശീല ശേഖരനെ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഒന്നാമത് അയാൾ അവിടെ കൊണ്ടാക്കിയത് നമ്മളല്ലേ? അതെ, വേറെ ആരെങ്കിലും ആണ് ശേഖരനെ അവിടെ കൊണ്ടുവന്ന് ആക്കുന്നതെങ്കിൽ അവൾ അപ്പൊ തന്നെ അയാളെ അവിടുന്ന് ഇറക്കി വിടുമായിരുന്നു. തീർന്നല്ല. ഇന്ദ്രൻ എന്ത് തീരുമാനം എടുക്കുന്നുള്ള പേടി സുശീലയ്ക്ക് ഉണ്ടാവുമല്ലോ. അവന്റെ തീരുമാനത്തോടൊപ്പമായിരിക്കും സത്യനും സോനയും നിൽക്കുന്നതെന്ന് സുശീലയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനും സുശീല ശ്രദ്ധിക്കില്ലെന്ന്. തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്, ശേഖരൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന്. പക്ഷേ അവിടെ ജീവിച്ചു പോകാൻ അയാൾ കുറച്ച് പാടുപെടും. അത് മരുഭൂമിയിൽ ഒട്ടത്തിനിടെ കിടന്ന് ജീവിച്ചവനല്ലേ ഒട്ടക ജീവിതം. ഇവിടെ എന്തായാലും സുശീല മാത്രം സഹിച്ചാൽ മതിയല്ലോ. എന്തായാലും അനുമോള് വിളിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അവളും ഇന്ദ്രനും അവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാന്നറിയില്ലല്ലോ.